താത്ത, ഞങ്ങക്ക് താത്തോട് ചോദിക്കാനുള്ളത് പറഞ്ഞാല് താത്ത എപ്പോ മുതലാണ് നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വരച്ചു തുടങ്ങിയത്? ഞാൻ വരച്ചു തുടങ്ങിയെന്ന് പറയാന് 2013-14 കാലഘട്ടങ്ങളിൽ തൊട്ടിട്ടാണ്. അതുവരെ ജീവിതത്തിൽ ഒരു ചിത്രവും കണ്ണനെന്നില്ല ഒരു ചിത്രവും വരച്ചിട്ടില്ല. അന്നൊരു കൗതുകം തോന്നി വരച്ചു. ഇപ്പൊ 11ാമത്തെ വർഷമാണ് കണ്ണനാൽ ഒരു വരുമാനമായിട്ട്. ഒറ്റ വാക്ക് ഒറ്റുത്തരം, കണ്ണനാണ് എന്റെ അന്നം. അതായി മാറിയിട്ട് ഇപ്പൊ 11 വർഷമായി. കണ്ണനോടൊപ്പം ഒരുപാട് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എനിക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഞാൻ 10ാം ക്ലാസ് എക്സാം പോലും എഴുതാത്തൊരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തി ഇന്ന് പുറം ലോകം മുഴുവൻ, എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിനോടെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് വരെ ഓർമ്മ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം വേറിട്ടൊരു സംഭവമായ ഉറപ്പായിട്ടും വിശ്വാസം ഉണ്ടാവും. അങ്ങനെ മറക്കുന്നൊരു കാര്യമല്ലല്ലോ അത് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ കണ്ണൻ ജസ്ന എന്നുള്ള പേരിന്റെ പുറത്ത് കണ്ണൻ എന്നുള്ളൊരു പേര് വന്നതുകൊണ്ട് മാത്രമാണ് ലോകം ഒന്നായിട്ട് അറിയപ്പെട്ടത്. താത്ത എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ണന്റെ പിക്ചർ സ്റ്റാർട്ട് ചെയ്തത് വരയ്ക്കാൻ വേണ്ടിട്ട്? എന്തായിരുന്നു അതിന്റെ ഒരു റീസൺ? അതിന്റെ റീസൺ എന്ന് വെച്ചാല് കുഞ്ഞിലെ തന്നെ എന്റെ വീട്ടില് കണ്ണാന്ന് വിളിക്കായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേര് എന്ന് പറയുന്നത് കണ്ണനാണ്. കാരണം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നെ കണ്ണാന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ കണ്ണൻ എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിതത്തിൽ കണ്ണനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതുവരെ എന്ന് വെച്ചാൽ 2009 വരെ എന്റെ വീട് പരിസരത്തൊന്നും അമ്പലവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഫുള്ള് പള്ളികളുള്ള ഒരു ഏരിയയിലുള്ള, മുസ്ലിംസ് മാത്രമുള്ള ഒരു ഏരിയയിലുള്ള ആളാണ്. അങ്ങനെ ഇരിക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന്റെ വീട്ടിലെത്തിയിട്ട് ഈ വിളി തുടർന്നു, കണ്ണാന്നുള്ള. പക്ഷെ ഹസ്ബൻഡ് വിളിച്ചത് ഹസ്ബൻഡിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ കണ്ണാന്ന് വിളിച്ചപ്പോ ഞാനൊരു നോട്ടം നോക്കിയപ്പോ എന്നോട് പറഞ്ഞു, നിന്നെ അല്ല ആ കണ്ണനെ എന്ന് പറഞ്ഞു. അവിടെ ഒരു കണ്ണന്റെ ഫോട്ടോ ഉണ്ടായി, എനിക്കത് ചൂണ്ടി കാണിച്ചു തന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ കണ്ണനെ കാണുന്നത്. അപ്പൊ ഈ ഒരു കുഞ്ഞു ഭാവന വെച്ചിട്ടല്ലേ ഇത്രയും കാലം എന്നെ കളിയാക്കി കണ്ണാന്ന് വിളിച്ചതു. അതിന്റെ പേരിൽ കുഞ്ഞിലേക്ക് ഭയങ്കര കരച്ചിലായി. ഞാൻ ഈ കണ്ണാന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴേക്ക് എനിക്ക് ഇല്ലാത്ത ദേഷ്യവും വിഷമവും വരാനില്ലായിരുന്നു. അപ്പോ ഈ ഒരു കണ്ണനെ ആണല്ലോ ഇത്രയും കാലം എന്നെ വിളിച്ചെന്നും ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാനിങ്ങനെ വേണ്ടാതെ കരഞ്ഞെന്നും ഓർത്തപ്പം ഒരുപാട് വിഷമമായി. പിന്നീട് എവിടെ കണ്ണനെ കാണുമ്പോൾ ഞാൻ നോട്ട് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 2013-14 കാലഘട്ടങ്ങളിലാണ് ഞാൻ 2ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയാവുന്നത്. അതേ സമയം തന്നെയാണ് എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ വീട്ടില് വാർപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറച്ച് പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിന്റെ കൂട്ടത്തിൽ ഒരു കണ്ണനെ കണ്ടു. കാര്യം എന്താ വെച്ചാൽ കണ്ണനെ നോട്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഒരു പണിയെടുക്കാതെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഈ കണ്ണനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വരച്ചു നോക്കിയാലോ എന്ന് കരുതി അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ണനെ വരയ്ക്കുന്നത്. അപ്പൊ വരച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൻ അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് വന്നു, ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു കണ്ണനൊക്കെ അടിപൊളിയാണ്, പക്ഷെ അത് നിന്റെ വീട്ടുകാർ കാണണ്ട. അപ്പയും എടുത്തു വെച്ച് പറഞ്ഞത് എന്റെ വീട്ടുകാരാ, അദ്ദേഹത്തിന്റെ വീട്ടുകാരല്ല. അദ്ദേഹത്തിന്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അവിടെ വീടിന്റെ തൊട്ടടുത്ത് അമ്പലമുണ്ട്. അതുകൊണ്ട് അവര് ജാതി മതഭേദമന്യേ ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് വരച്ച ചിത്രല്ലേ, നമ്മൾ ശങ്കരേട്ടനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലോ? എൻ്റെ ഒരു സുഹൃത്താണ് ശങ്കരൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട്, മങ്ങാട് കോവിലകത്തുള്ള. അപ്പൊ ഞാൻ ഉടനെ ആയിക്കോട്ടെ, എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ട് തന്നു. ഞാനത് ശങ്കരേട്ടന് ഗിഫ്റ്റ് ആയിട്ടും കൊടുത്തു. എൻ്റെ ജീവിതത്തിലെ വൈത്തിരിവ് എന്ന് പറയുന്നത് മൂമെന്റ് അതായിരുന്നു. അങ്ങനെ ശങ്കരേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ശങ്കരേട്ടൻ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഈ അമ്പലത്തിലെ ഈ ബാധ ഒഴിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ കർമ്മങ്ങൾ ഒക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പൊ ഇവർക്ക് കുഞ്ഞ് ആ ചേച്ചിയെ പ്രഗ്നന്റ് ആവും, പക്ഷെ അബോർഷൻ ആയി പോകും. ഈ ഒരു കളിയായിരുന്നു. അപ്പൊ ഏജ് ഓവർ ആയപ്പോ ഡോക്ടറും പറഞ്ഞു പ്രതീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ കണ്ണൻ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ ചേച്ചി ഗർഭിണിയാവുന്നത്. അപ്പൊ ഏജ് ഓവർ ആയപ്പോ പ്രതീക്ഷിക്കല്ലേ എന്നോട് പറഞ്ഞ സമയത്ത് ഇവരൊരു ജോലിസ്യരുടെ അടുത്ത് പോയതാണ് ആ കുഞ്ഞ് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ ഈ ജോലിസ്യര് രാശി വെച്ചിട്ട് പറഞ്ഞു, വീട്ടില് ദൈവസാന്നിധ്യം കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും കർമ്മങ്ങളോ കാര്യങ്ങളോ കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് കർമ്മങ്ങളും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മുസ്ലിം കുട്ടി ഞങ്ങൾക്കൊരു കണ്ണന്റെ ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ഒരു അത്ഭുതകരമായിട്ട് തോന്നി. കാരണം മുസ്ലിം കുട്ടി എന്ന് പറയുന്നത്, എന്റെ നാട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിംസ് മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണ്. അവിടുന്ന് ഒരു കുട്ടി കണ്ണനെ വരയ്ക്കാന്ന് വെച്ചാൽ കേൾക്കുന്ന ആൾക്ക് അത്ഭുതം തന്നെയായിരിക്കും. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കൗതുക പ്രകാരം എന്നെ വിളിച്ചിട്ട് എന്നോട് പേരും നാളൊക്കെ ചോദിച്ചു. എനിക്ക് നാളറിയായിരുന്നു, പേരും ജനന സമയവും പറഞ്ഞു കൊടുത്തു.
അപ്പൊ ഇവരെന്തോ രാശി വെച്ചിട്ട് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ കഥ കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നതെന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനൊരു ചെവി കൂടെ കേട്ടു, വേറൊരു ചെവി കൂടെ വിട്ടു. ഞാനിത് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ശങ്കരേട്ടൻ ഇതൊന്നും വിട്ടില്ല. ശങ്കരേട്ടന്റെ അടുത്ത് ഈ ബാധ ഒഴിപ്പിക്കാനും നൂല് കെട്ടാനും അമ്പലത്തിൽ വരുന്ന ആൾക്കാരോടൊക്കെ ശങ്കരേട്ടൻ കഥ പറയലൊരുങ്ങി. നമ്മളെ നാട്ടിലൊരു മുസ്ലിം കുട്ടി കണ്ണനെ വരയ്ക്കല് തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കേൾക്കുന്നവർക്ക് അത്ഭുതം. ആ കണ്ണൻ വന്നതിന് ശേഷം ഇങ്ങനെ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞപ്പോ കുറച്ചും കൂടി അത്ഭുതം. അങ്ങനെ ഓരോരുത്തർ തന്നെ അവരുടെ അടുത്ത് നിന്ന് നമ്പർ മേടിച്ച് എന്നെ വിളിച്ച് എന്നോട് അവരുടെ സങ്കടങ്ങൾ പറയൽ തുടങ്ങും. അപ്പൊ ഞാൻ വിചാരിക്കുക, എന്നെക്കാട്ടിലും വിഷമമുള്ള ആൾക്കാർ പോരാത്തതിന് ഞാൻ ഒരു പണിയും ഇല്ലാതെ വെറുതെ നിൽക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാൻ വരച്ചു തരാം എന്ന് പറഞ്ഞ്, സത്യത്തിൽ എന്റെ ഫോട്ടോ പെർഫെക്ഷൻ ഉണ്ട് എന്ന് ഒരിക്കലും ഞാൻ പറയൂല. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. ആദ്യ കാലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റ നോട്ടത്തെ കണ്ണൻ അടിപൊളിയാണ്, പക്ഷെ പാർട്സ് ആയിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആർക്കെങ്കിലും കാണും. പക്ഷെ എന്നാൽ പോലും ഇതിന് ആവശ്യക്കാർ കൂടി വന്നു. ഒരു വർഷം പോലെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നീട് ആൾക്കാരുടെ എണ്ണം കൂടിയ സമയത്ത് എനിക്കതിന് പേയ്മെന്റ് മേടിക്കല് തുടങ്ങി. ഞാൻ എന്ന് വെച്ചാൽ ചെലവും എന്റെ കഷ്ടപ്പാടിന് ഒരു പേയ്മെന്റ് മേടിക്കലുണ്ട്. അങ്ങനെ എനിക്ക് ഇപ്പൊ 11 വർഷമായി ഞാൻ വര തുടങ്ങിയിട്ട്. നമ്മുടെ 14 ജില്ലകളിലായിട്ടും കേരളത്തിന് പുറത്തേക്കായിട്ടും എന്തിന് പുറം രാജ്യങ്ങളിലേക്ക് വരെ ഞാനിപ്പോ കൊറിയർ ചെയ്യുന്നുണ്ട്. ഇപ്പതാ ഇവിടം വരെ, കണ്ണന്റെ നടയിൽ വരെ ഒന്നുമല്ലാതെ ജീവിതത്തിൽ ചിത്രവര അല്ലെ ജീവിതത്തിൽ ചിത്രം വരയ്ക്കാൻ അറിയാതെ ലോകം ഒന്നായിട്ട് ചിത്രകാരി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അത് ഒരു പീസ് മാത്രമേ ഉണ്ടാവൂ. ഞാനാണ് ചിത്രവര അറിയാതെ ചിത്രകാരി എന്നുള്ള പേരിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. ഇതിനൊക്കെ കാരണം നമ്മുടെ കണ്ണനാണ്. അതുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു. കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും ഇത് കണ്ടുപിടിക്കണം. നമ്മള് ഒരു ഭൂമി, ഒരേ മനുഷ്യന്മാര്, മേത്തോടുന്നത് ചോര. അങ്ങനെ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾക്കും ജീവിതങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാം. അപ്പോ